ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കാണെങ്കിൽ ഇന്ന് എന്താക്കാം, ഇന്ന് നമുക്ക് വൈകുന്നേരം ആയിട്ടോ, സമയം 5 മണി ആയിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം ഈവനിങ് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. നമുക്ക് നോക്കാം എന്താ ഉള്ളതെന്ന്. കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കാണെങ്കിൽ ബ്രാൻഡിൻ്റെ പരസ്യമൊന്നുമില്ല, അല്ല പ്രൊമോഷനൊന്നും ഇല്ല. ഇത് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് കുഴക്കട്ട ഉണ്ടാക്കാം. ഓക്കെ, കുഴക്കട്ട തേങ്ങയൊക്കെ ഇട്ടുള്ള കുഴക്കട്ടയില്ലേ, അതുണ്ടാക്കാം. ഓക്കെ, ബായോ. ചൂടുവെള്ളം വേണം നമ്മൾ ആ പൊടിക്കകത്തോട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കില്ലേ, അതുപോലൊക്കെ തന്നെ. നമുക്കത് ഒന്ന് തിളക്കിയിട്ട വെള്ളം നമുക്കിനകത്തോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നുമില്ല, നമ്മൾ എടുത്തതിൻ്റെ ബാക്കി പാക്കറ്റിനകത്ത് എടുത്തതിൻ്റെ ബാക്കി അരിപ്പൊടിയുണ്ട്. ഇത് അരിപ്പൊടിയാണ് കേട്ടോ ഉള്ളത്. നമുക്ക് തേങ്ങയൊക്കെ തിരുമ്മി വെക്കാം, അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളക്കത്തുള്ളൂ. തേങ്ങയും കൂടെ തിരുമാം. അപ്പോൾ നമുക്ക് തേങ്ങയുടെ തിരുമ്മ എടുക്കാം കേട്ടോ. ഞാൻ വിചാരിക്കും ശർക്കര ഇട്ടിട്ട് ആക്കാമെന്നാണ്. ശർക്കരയും തേങ്ങയും ഇട്ടിട്ട് ഈ ചിരവ് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ചിരവ് വേണ്ട, വേറെ സൈസ് നമ്മൾ ഇരുന്ന് ചിരവൊന്നുമില്ലേ, അതുപോലത്തെ ചിരവ് മതി എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അത് എടുക്കുമ്പോളെ അവരുടെ നിർബന്ധം പൂർവ്വമാണ് ഞാൻ ഈ ചിരവ് എടുത്തത്. പക്ഷേ ഇപ്പം നോക്കിയപ്പോൾ നല്ലൊരു തീരുമാനമായിരുന്നു ഞാൻ എടുത്തതെന്ന് തോന്നുന്നു. കാരണം നമുക്ക് എവിടെ വെച്ചിട്ടാണെങ്കിലും കൊണ്ട് തിരുമാൻ സൗകര്യമായിട്ട് തിരുമാൻ കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഓൺലൈനിൽ കാണുന്നവരൊക്കെ മറക്കാതെ നോക്കുക ഗൈസ്. നമുക്കിതൊന്ന് തിരുമെടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ചൂടുണ്ടാവും, അപ്പം അതിനനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമുക്കാണെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പും കുറച്ച് ജീരകമാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകമില്ലേ, നല്ല ജീരകം. അപ്പം അതുകൂടെ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം കുറച്ചിട്ടോ. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. പതുക്കെ ഇളക്കിയാൽ മതി കേട്ടോ. ചൂടുള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക. അപ്പുറത്ത് പിള്ളേർ ബഹളം വെക്കുന്നതാണ് കേട്ടോ നിങ്ങളെ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എടുക്കാത്തത്. കാരണം പിള്ളേർ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങൾ കൂടുതലും കേൾക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് കൈവച്ച് കുഴയ്ക്കാൻ പറ്റും. അപ്പോൾ ചൂടാറുന്നതിന് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഓക്കെ, അതവിടെ നിന്ന് ചൂടാറുന്ന സമയം നമുക്ക് ശർക്കരയും കൂടെ ഇതിനകത്ത് ചിരണ്ടി ചേർക്കാം. ശർക്കര പൊടിയല്ലാത്തതുകൊണ്ട് നമുക്ക് ചിരണ്ടണം. നമുക്ക് ശർക്കര ഇങ്ങനെ ചീവി കൊടുക്കാം കേട്ടോ. എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ, വലിയ മുറിയിട്ടൊക്കെ. അത് നമ്മൾ ആവിക്ക് പുഴുങ്ങുമ്പോൾ അതങ്ങ് മെൽറ്റ് ആയിക്കോളും. ശരി പോയി കുളിക്കുക. രണ്ടുപേരും കുളിക്കാൻ പറഞ്ഞു വിടാൻ നിൽക്കുവാണ് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് പറയുന്നുണ്ട്. നിൽക്ക്, വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്യും, വരും അമ്മ വരും. വെയിറ്റ് ചെയ്യൂടോ. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ചൂട് നല്ലപോലെ പോയിട്ടൊന്നുമില്ല, അത്യാവശ്യം ചൂടുണ്ട്. നമുക്ക് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇഡലിക്കുട്ടം വെച്ച് കൊടുത്തിട്ട് ഇത് ഉണ്ടയാക്കി എടുത്ത് വെക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇഡലിക്കുട്ടം വെക്കാം. ഓക്കെ, നമ്മുടെ ചെമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്, പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്ന് ഉരുട്ടി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അത്രേ ഉള്ളൂ. നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് തിളക്കട്ടെ. വെള്ളം തിളക്കാൻ കുറഞ്ഞ് വെച്ചേക്കാം കേട്ടോ. സിമ്മി വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധനം ഇട്ടിട്ട് കൂട്ടി വെക്കാം, ഫ്ലെയിമോ കൂട്ടാം. ഓക്കെ, അപ്പം എന്താ ചെയ്യണം, ഒരു ഉരുളയും എടുക്കുക. അതിനെ കുറച്ച് വെള്ളമൊക്കെ കൈ തടവുക കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഉണ്ടാക്കിയെടുക്കാം ആദ്യമേ നമുക്ക്.
ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നടുവിലൊരു കുഴി, കിണർ. അത് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. അവിടെ നിങ്ങൾ മൈൻഡാക്കേണ്ട, അവർ കുളിക്കാൻ കയറേണ്ട സൗണ്ടാണ് ആ കേൾക്കുന്നത്. കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചിട്ട് പിടിക്കും കേട്ടോ. മോള് പിന്നെ തന്നെത്താൻ കുളിക്കും, തല തോർത്തി കൊടുക്കാൻ ആൾ ചെന്നാൽ മതി. അവൻ പക്ഷേ കളിയാണ് വെറുതെ. അവനിപ്പം കയറി വരും, ഇടയ്ക്ക് വെച്ച് കയറി വരും, പിന്നെ ഇറങ്ങിപ്പോവും, പിന്നെ കയറി വരും, പിന്നെ ഇറങ്ങിപ്പോവും. അങ്ങനെയാണ്, കുളിക്കത്തൊന്നുമില്ല. നമ്മുടെ ആദ്യത്തെ ഉണ്ട് റെഡി ആയിട്ടുണ്ടോ? കണ്ടില്ലേ നമ്മുടെ ആദ്യത്തെ ഉണ്ട. ഓക്കെ, നമുക്കത് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ഉണ്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്കിതുപോലെ ഇവിടെ ഒരുത്തിയാണെങ്കിൽ ഞാൻ എന്താ ഉണ്ടാക്കുന്നത് കണ്ടില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ഉരുട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേ അല്ലെങ്കിൽ ഓടി വന്നേനെ. ശ്രദ്ധിച്ചില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് കാണാൻ ശ്രദ്ധിക്കുക. അതാണ് കുട്ടി കുളിക്കാൻ പോയത്. അപ്പോൾ നമുക്കെല്ലാം അങ്ങനെ ഉരുട്ടി വെച്ച് കൊടുക്കാം. അത്രേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. ആകെയുള്ള പണിയെന്ന് പറഞ്ഞാൽ തിന്നുന്ന പണിയാണ്, അല്ലാതെ പണിയൊന്നുമില്ല. ഓക്കെ, പിന്നെ ഒരു നൊസ്റ്റു അല്ലേ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ, അല്ലേ ഇപ്പോഴത്തെ ആളുകളൊക്കെ തീരെ കുറവല്ലേ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്നും അപ്പോൾ ആരും ഉണ്ടാക്കൂലല്ലോ. നമുക്കൊക്കെ ഇത് എന്താ ഇപ്പോൾ സ്നാക്സായി, 4 മണി പലഹാരം. മറ്റേതാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തരുമായിരുന്നല്ലോ അമ്മമാർ. അപ്പോൾ അത് അടുത്ത ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് പതുക്കെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി വെന്തോട്ടെ. നമ്മുടെ ഉണ്ടയെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരുടെ മക്കളായ കുഞ്ഞുണ്ടകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി തേങ്ങയില്ലായിരുന്നു ഗേസ്, തേങ്ങ ഞാനപ്പം ഇങ്ങനെ ആക്കിട്ടോ, ഉണ്ടയാക്കി. ഏട്ടന് ഇഷ്ടമാണ് ഇങ്ങനെ. അപ്പം പിന്നെ ഇതിനകത്ത് ജീരകമൊക്കെ ഉണ്ടല്ലോ. തേങ്ങയും കൂടെ വേണ്ടായിരുന്നു, തേങ്ങാപ്പാലൂടെ എന്തെങ്കിലും വേണ്ടായിരുന്നു. തേങ്ങ പൊട്ടിക്കുന്ന വയ്യ എനിക്ക്. നമുക്ക് എന്തായാലും ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് വേവട്ടെ. ഓക്കെ, നമ്മുടെ ഉണ്ട ഇവിടെ റെഡി ആയോ നോക്കാം. ഉണ്ടയെല്ലാം കൊഴുക്കട്ടെ കേട്ടോ. കൊഴുക്കട്ടെ, റെഡിയായി. ഞാൻ നേരത്തെ ഒന്ന് മുക്കി നോക്കിയാണ് ആ കാണുന്നത്. വെന്തിട്ടുണ്ട് കേട്ടോ, വെന്തിട്ടുണ്ട്. ഇപ്പോൾ 2 പേരുടെ കഴിക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്. അവർക്കൂടെ ചൂടാറാൻ വേണ്ടി എടുത്ത് വെക്കട്ടെ. ഓക്കെ, നമുക്ക് ഓരോരുത്തർക്ക് എടുത്ത് കൊടുക്കാം കേട്ടോ. കാശിയുണ്ട്, പപ്പടമല്ല, ചൂടാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ടോ. അവർ കഴിച്ചിട്ട് വേണം അഭിപ്രായം പറയാൻ. ചൂടുണ്ട്. കാശിമ കഴിക്കുക, മറ്റേ കൈ കൊണ്ട് കഴിക്കുക. കൊള്ളാവോ? ഞാൻ പറയിപ്പിക്കുന്നതല്ലേ കേസ്, അത് തന്നെത്താൻ പറയുന്നതാണ് കേട്ടോ. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. കഴിക്കട്ടെ, അവർ കഴിച്ചോട്ടെ. ഇപ്പോൾ എനിക്കും എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാ, ഇപ്പം ഞങ്ങളിനിയും കഴിച്ചിട്ടൊക്കെ വരാം.